ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വീണ്ടും പുനഃപരിശോധന ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പുനഃപരിശോധന ഹർജി ഫയലിൽ സ്വീകരിച്ചു. കേരളം മാത്രമല്ല, ബംഗാള്, തമിഴ്നാട്, അതുപോലെ ചില സംസ്ഥാനങ്ങളും ഹർജി പുനഃപരിശോധന ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പ്രധാനപ്പെട്ട വാദം, ഇത് മറ്റ് സംസ്ഥാനങ്ങളെ പോലെ കേരളത്തെ കാണരുത്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പ്രത്യേകമായിട്ട് കേൾക്കാൻ വേണ്ടി സുപ്രീം കോടതി തയ്യാറാവണം. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ വളർച്ചയും. അത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് മാത്രമല്ല, അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻ നമ്മുടെ കേരളത്തിൽ കുറച്ച് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ടതാണ്. അപ്പോൾ കേട്ടറ്റിന് തുല്യമായി ഉള്ള ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്ഥിതി എന്താണ്, ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് 40,000-നും 50,000-നും ഇടയിൽ വരുന്ന അധ്യാപകരെ ഇത് ബാധിക്കും. കറക്റ്റ് കണക്ക് ഒന്നുകൂടെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ എഴുതി ജയിച്ചവരൊക്കെ കുറവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും വളരെ വേഗതയിൽ തന്നെ ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഗവൺമെൻറ്. ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ലാഘവം ഉണ്ടായെന്ന് തോന്നുന്നു. ഇല്ലില്ല, സെപ്റ്റംബറിൽ വന്ന വ്യക്തിയാണ് സർക്കാർ വീണ്ടും ഒരു ഉത്തരവ് ഇറക്കുന്നത്. അതിനുശേഷമാണ് പുനഃപരിശോധന ഹർജി നൽകുന്നത്. ഇതിനെതിരെയാണ് പ്രധാനമായ പ്രതിഷേധമുള്ളത്. ലാഘവമൊന്നും ഉണ്ടായിട്ടില്ല. അതിന് കുറച്ചൊരു സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത്രമാത്രമേ ഉള്ളൂ. നമ്മൾ ഗവൺമെൻറ്റെങ്കിൽ ഉടനെ തന്നെ ആ ഉത്തരവ് ഇറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഉത്തരവ് മരവിപ്പിക്കുകയും നടപടിയിലെത്തി പോകില്ലായിരുന്നല്ലോ. അങ്ങനെ ഒരു വന്നിട്ടില്ല.